ശിവഗിരി മഠം ഉണ്ടായത് മദ്യമുതലാളിമാരുടെ പണം കൊണ്ട്. വെള്ളാപ്പള്ളി നടേശൻ. ആര് നിരോധിച്ചാലും ലോക അവസാനം വരെ മദ്യമുണ്ടാകും. പ്രീതി നടേശൻ. ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് എനിക്ക് ഈ പോസ്റ്റേഴ്സ് രണ്ടും അയച്ചു തന്നിട്ട് പറഞ്ഞു, ഈഴവരുടെ മദ്യ പാരമ്പര്യവും പെൺവാണിഭ പാരമ്പര്യവും ചേർത്തുകൊണ്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന്. ഓഫ് കോഴ്സ് ഇതാണ് ആ വീഡിയോ. തിരുവിതാംകൂറിൽ, അതായത് പഴയ കേരളത്തിൻ്റെ ഒരു ഭാഗത്തിൽ 1902 അബ്കാരി ആക്ട് വരുന്നത്. ഈ അബ്കാരി ആക്ട് വരുന്നത് തന്നെ ഈഴവരുടെ മദ്യനിർമ്മാണം, മദ്യവിതരണം, മദ്യ ഉപയോഗം നിർത്തുവാൻ വേണ്ടിയിട്ടാണ്. ഇത് കൊണ്ടുവരുന്നത് തന്നെ എക്സ്ക്ലൂസീവായിട്ട് ഈഴവരൊക്കെ ഒന്ന് കൂച്ചുവെള്ളം കിട്ടി നിർത്താൻ വേണ്ടിയിട്ട്. കാരണം നായർ തുടങ്ങിയിരിക്കുന്ന വിഭാഗത്തിലെയും പുലയർ പറയർ തുടങ്ങിയിരിക്കുന്ന വിഭാഗത്തിലെ പല ആൾക്കാരുടെയും സ്വത്ത് സമ്പത്തുമെല്ലാം ഈഴവർ ഊറ്റിക്കൊണ്ട് പോകുന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നു. ഒരു കുപ്പി കള്ളിന് വേണ്ടിയിട്ടും ഒരു കുപ്പി ചാരായത്തിന് വേണ്ടിയിട്ടും 10, 50, 20 സെന്റ് സ്ഥലങ്ങൾ, ഒരേക്കർ സ്ഥലങ്ങൾ വരെയും പല കുടുംബക്കാർ ഈ ചാരായ ഷാപ്പിൽ കൊണ്ടു കൊടുത്തതിൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെ വൻതോതിലത്തേക്ക് കുടുംബം നശിക്കുകയും രാജ്യം നശിക്കുകയും ചെയ്ത സമയത്താണ് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് 1902 ഈ ഒരു അബ്കാരി ആക്ട് കൊണ്ടുവരികയും ഈഴവരെ കുച്ചുവലം കിട്ട് നിർത്തുകയും ചെയ്യുന്നത്. ഇതിനെ തുടർന്നിട്ടാണ് നെക്സ്റ്റ് വർഷമാണ് SNDP യോഗം 1903 രൂപീകൃതമാകുന്നത്. ശ്രദ്ധിക്കണം, ഇതിന് മുഴുവൻ ഫണ്ടും കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ചാരായ കച്ചവടക്കാരുടെ ഹോൾസെയിൽ റീറ്റെയിൽ ഡീലറായിരുന്ന ആലുമുട്ടി കൊച്ചുകുഞ്ഞി ചാന്നാരാണ്. ഇദ്ദേഹം മരിക്കുന്നത് വരേക്കും, അതായത് 1921 ഇദ്ദേഹം മരിക്കുന്ന വരേക്കും SNDPയുടെ യോഗം ഡയറക്ടറായി ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ്. അപ്പോൾ SNDP ഉണ്ടായിരിക്കുന്നതിൻ്റെ പിന്നിലെ ഒരു ഗൂഢലക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് തുടങ്ങിയിരിക്കുന്ന പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും SNDPയുടെ തറക്കല്ലിടാനുള്ള കാശ് പോലും വാങ്ങിച്ചിരിക്കുന്നത് ആലിമുട്ടി ചാന്നാർ ഉൾപ്പെടെയുള്ള കുപ്രസിദ്ധരായിരിക്കുന്ന ചാരായ കച്ചവടക്കാരുടെ ഹോൾസെയിൽ ഡീലറുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ്. അതോടൊപ്പം തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ചിത്രവും കൂടെ നിങ്ങൾ നോക്കുക. കല്ലുവാതുക്കൽ മദ്യ ദുരന്തത്തിന് വിവാദ നായകനായിരിക്കുന്ന മണിച്ചനെയാണ് മഞ്ഞ ഷാളിട്ട് ഈഴവ മതസ്ഥന്മാരൊക്കെ കൂടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി 1902 മുതൽ 2017 വരെയുള്ള എല്ലാ മദ്യ ദുരന്ത കേസുകളിലും അബ്കാരി കേസുകളിലും പെൺവാണിഭ കേസിലും ഒക്കെ തന്നെ അറസ്റ്റിലായിരിക്കുന്നതും ശിക്ഷ അനുഭവിച്ചിരിക്കുന്നതും ഒക്കെ തന്നെ കൂടുതലും ഈഴവ വിഭാഗത്തിൽ പെട്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അതിൻ്റെ കേസ് റെക്കോർഡ്സും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈഴവർ വളർന്നതും പടർന്ന് പന്തലിച്ചതും ഒക്കെ തന്നെ ചാരായ കച്ചവടത്തിൽ കൂടിയിട്ടും അതുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ പെൺവാണിഭ രംഗത്തിൽ കൂടിയിട്ടും ഒക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ്.